ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാസ് ലീഹ എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 22-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. ശിഷ്യന്മാർ പെസഹ ഒരുക്കുന്നു. പെസഹ കുഞ്ഞാടിനെ ബലി കഴിക്കേണ്ടിയിരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിനം വന്നു ചേർന്നു. യേശു പത്രോസിനെയും യോഹന്നാനെയും അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ. അവർ അവനോട് ചോദിച്ചു, ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, ഇതാ, നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും. അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് നിങ്ങൾ അവനെ പിന്തുടരുക. ആ വീടിൻ്റെ ഉടമസ്ഥനോട് പറയുക, ഗുരു നിന്നോട് ചോദിക്കുന്നു, എൻ്റെ ശിഷ്യന്മാരുടെ കൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നുശാല എവിടെയാണ്? സജ്ജീകൃതമായ ഒരു വലിയ മാളികാമുറി അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അവിടെ ഒരുക്കുക. അവർ പോയി അവൻ പറഞ്ഞതുപോലെ കണ്ടു. പെസഹ ഒരുക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ്. പെസഹ അപ്പം വർഷത്തിൽ ഒരു പ്രാവശ്യം പെസഹ തിരുനാളിൽ മാത്രം ഉണ്ടാക്കുന്ന അപ്പമാണ്. അപ്പത്തിൻ്റെ മുകളിൽ കുരിശടയാളത്തിൽ വെച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കും. ആ അപ്പം നമ്മൾ പെസഹ അപ്പം എന്ന് പറയും. വൈകുന്നേരം പള്ളിയിൽ പോയി പെസഹ അപ്പം, ആരാധനയ്ക്ക് ശേഷം പെസഹ അപ്പം വൈദികൻ മുറിച്ച് എല്ലാവർക്കും കൊടുക്കും. അതിനുശേഷം നമ്മൾ വീടുകളിലും പെസഹ അപ്പം മുറിക്കും. ഈശോ കാണിച്ചു തന്ന അതേ മാതൃക നമ്മൾ പിന്തുടരുകയാണ്. പെസഹ അപ്പം മുറിക്കുന്ന ദിനം. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഈശോ ശിഷ്യന്മാരുടെ കാൽപാദങ്ങൾ കഴുകി ചുംബിക്കുന്നു. 12 ശിഷ്യന്മാരുടെയും കാൽപാദങ്ങൾ കഴുകി ചുംബിച്ചുകൊണ്ടാണ് ഇന്നത്തെ പെസഹ തിരുനാളിൻ്റെ ആഘോഷങ്ങൾ തുടങ്ങുന്നത്. എല്ലാവർക്കും പെസഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,